ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സജഷൻസ് ആയിട്ട് പറയുന്നതാണ്, അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ശേഷം ഏത് സാഹചര്യത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നോക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ സെപ്പറേഷനിലോ ഒക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി തന്നെയാണ്. കാരണം അവർക്കാണല്ലോ ഒരു വഴിയില്ലാത്തത്, എങ്ങനെയാണ് ഇവരുടെ ഒരു കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. സോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ആവശ്യക്കാരുള്ളൊരു ടോപ്പിക്കാണ് കറൻറ്റ് ഫീലിങ്സും. അപ്പോൾ ഫീലിങ്സ് നമുക്ക് തീർച്ചയായിട്ടും നാളെ നോക്കാം. കാരണം നമുക്കറിയാം നാളെ അമാവാസിയാണ്, ന്യൂ മൂൺ ഡേ ആണ്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് എല്ലാം അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നാളെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആ ഒരു അറ്റ് ദ പീക്ക് ടൈം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിൽ നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. ഇന്നിപ്പോൾ നമുക്ക് സിറ്റുവേഷൻ നോക്കാം. അപ്പോൾ ഒരിക്കലും ഇന്നത്തെ സിറ്റുവേഷനിൽ വന്നിരിക്കുന്ന വ്യക്തിനെ തന്നെ ആവണമെന്നില്ല കേട്ടോ നാളെ നമുക്ക് ഫീലിങ്സിൽ കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആരുടെ പേഴ്സൺസിൻ്റെ എനർജിയാണ് അല്ലെങ്കിൽ ആരുടെ റിലേഷൻഷിപ്പാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് ഷഫിൾ ചെയ്ത് കാർഡ്സ് എടുത്ത ശേഷം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന എനർജീസ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ വരുന്നതെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യേണ്ട, അത് കണ്ടിട്ട് വിട്ട് കളഞ്ഞേക്കുക. അല്ല എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ക്ലോസ് ഉൾപ്പെടെ എല്ലാം ഒരു മാച്ചിങ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു സിറ്റുവേഷൻ, അവർ ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് തന്നെ മൂവിങ് ഓൺ എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ രണ്ടുപേരുടെയും, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെയും രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയൊരു ഭാവി ഇല്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളതാണ്. മേ ബി ആ ഒരു ടൈമിലെല്ലാം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പുറകെ നടന്ന് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടാവാം. എന്താണ് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ വളരെ സ്വാർത്ഥമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വേണ്ട എന്നൊരു തീരുമാനമെടുത്ത് മറ്റൊരു ലൈഫിലേക്ക് പോയിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളിൽ രണ്ടുപേരുടെ ആരുടെയെങ്കിലും ഒരു ജോബ് എന്ന് പറയുന്നത് ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്ന ജോലിയുള്ള വ്യക്തികളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് വാട്ടർ ബോഡീസിനടുത്തായിരിക്കാം, അതായത് കായലോ അല്ലെങ്കിൽ പുഴയോ ഇതിനൊക്കെ സമീപത്ത് വീടുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു കണക്ഷൻസ് ഇതിലുള്ള പേഴ്സൺസിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനമെടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി അല്ലെങ്കിൽ എൻഡായിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ട് പോയതാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനെ അവർ തീർച്ചയായിട്ടും മറ്റൊരു ലൈഫ് ചൂസ് ചെയ്ത് പോയി എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ, അതുപോലെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ ഒക്കെ ആയിരുന്നിരിക്കാം. അല്ലാതെ ഒരാഴ്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു മാസമായിട്ടോ അത്രയൊന്നും ആയാൽ പോരാ, കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ നിങ്ങൾ സെപ്പറേഷനിലാണ്. കാരണം ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നോ എന്നുള്ളത് ഈ ഒരു പേഴ്സണോ വലിയ ധാരണ ഉണ്ടാവാൻ വഴിയില്ല. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മറ്റൊരു ലൈഫിലേക്ക് പോയപ്പോൾ തീർച്ചയായിട്ടും അവിടെ അവർക്ക് ഒരുപാട് നാൾ സന്തോഷം അനുഭവപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്കൊരു സക്സസ് കാലഘട്ടം തന്നെയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വലിയ റിഗ്രറ്റ് ഒന്നുമില്ല, അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, അവരുടെ ലൈഫിൽ ഒരുപാട് സക്സസ് വന്നിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് കരുതിയിട്ടുണ്ടാവും, എനിക്ക് ഇത്ര വേദന സമ്മാനിച്ച് പോയിട്ട് ഇവർ സന്തോഷിക്കുകയാണല്ലോ ഈശ്വര, ഇവർക്കൊരു തിരിച്ചടിയില്ലല്ലോ, ഞാനിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു,
അതേസമയം ഈ ഒരു പേഴ്സൺ സന്തോഷത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അറിയാനുള്ള സാധ്യതയുണ്ട്. ഇവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു സമയത്ത്. നമുക്ക് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു വിക്ടറി പീരീഡ് എന്ന് പറയുന്നത് അതിനൊരല്പ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അതൊരു വാള് പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കത് പൊരുത്തി മുന്നേറാനും ആ ഒരു വാളായിട്ട് ഉപയോഗിക്കാം, അതേസമയം നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് പണിയാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു സക്സസ് ആയിട്ട് തോന്നിയ കാര്യം തന്നെയാണ് അവരെ ഇപ്പോൾ ഇവരുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വിനയായിട്ടിരിക്കുന്നത് അന്ന് ചൂസ് ചെയ്ത ആ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് ഇവർ ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ വ്യക്തമല്ല. മൂവ് ഓൺ ചെയ്ത് നിങ്ങളിൽ നിന്ന് പോയി എന്നുള്ളതല്ലാതെ, പക്ഷെ അവർ പോയിട്ടും അവിടെ ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ അത്ര വിഷമിച്ചൊന്നും അല്ല നിങ്ങളുടെ നിന്ന് പോയിട്ടുള്ളത് എന്നുള്ള കാര്യവും നമുക്കിവിടെ വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നമുക്കൊരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പോയി എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെന്ന് അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇവരവിടെ ഒരു വിജയം ആസ്വദിച്ച് ആ ഒരു രീതിയിൽ അവർ ചെന്ന സ്ഥലം എവിടെയാണോ അവിടെ ഒരു വിക്ടറിയിൽ നിന്ന് അതായിട്ടാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. ഇവർക്ക് അത്രത്തോളം നിങ്ങളെ വിട്ടു പോയതിൽ വിഷമമുണ്ടായി എന്നുള്ളതൊന്നും ഇവിടെ തോന്നുന്നില്ല. പക്ഷേ അവർക്ക് അവിടെ ചെന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു സമൃദ്ധിയുടെ നാളുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു മരീചിക പോലെയാണ്. അവിടെ ചെന്നത് ഉണ്ടെന്ന് തോന്നി, ഒന്ന് സന്തോഷിച്ചു, പക്ഷെ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉടനെ തന്നെ അവർക്ക് ആ സന്തോഷം കൊടുത്ത കാര്യങ്ങൾ തന്നെ അവരിലേക്ക് തിരിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയാറില്ലേ, അണയാൻ പോകുന്ന തീയാളി കത്തും എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ഇപ്പോൾ അവരനുഭവിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവുകൾ, അല്ലെങ്കിൽ ഒരുപാട് വിഷമതകൾ, അതുപോലെ തന്നെ അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള അതായത് നന്മയാണെങ്കിൽ നന്മ, അല്ലെങ്കിൽ തിന്മയാണെങ്കിൽ തിന്മ, അതെല്ലാം അവരനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവർക്കൊരു പരീക്ഷണം പോലെ ഡിവൈൻ കൊടുത്തിരുന്നതാണ് ആ ഒരു സന്തോഷത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ തീർച്ചയായിട്ടും അവരവിടെ എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നു എന്നുള്ളതും കണക്കിലെടുക്കപ്പെടുന്ന കാര്യമാണ്. നമുക്കാണെങ്കിലും അങ്ങനെയാണ്. നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ സമൃദ്ധിയുടെ നാളുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്? നമ്മൾ അഹങ്കാരത്തോടെയാണോ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നാളെ നമുക്കൊരു തിരിച്ചടി വരുമ്പോഴും ഇതെല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു സമയം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും, അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാതെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചടിയുടെ കാലഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആഘാതങ്ങൾ കുറയും, ആ ഒരു നന്മ നമുക്ക് പിന്നീട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആ ഒരു സക്സസ്സിൽ അഹങ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി ഇവർക്ക് യാതൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല, റിഗ്രറ്റ് ഇല്ല. അവരവിടെ നമ്മളെന്താ പറയുക, അർമാദിച്ച് നടന്നു എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനുള്ളതെല്ലാം ചേർത്ത് അവരിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ആ നെക്സ്റ്റ് വരുന്ന 2 കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. സഫറിങ് ഇൻ സൈലൻസ്, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്നുള്ള കാർഡുകളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നേരത്തെ സക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പരാജയങ്ങളാണ് അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരെവിടെയാണുള്ളത് അവിടെ അവർക്ക് വഴക്ക് നടക്കുന്നു, മനസ്വസ്ഥതയില്ലായ്മ, ആരോടും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ സഹിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് കാർഡ് നോക്കണേ, മെമ്മറീസ് ഇൻ ലവ്. അതായത് ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് അവർ നിങ്ങളെ ഓർക്കുന്നത്. ആ ഒരു പഴയ മെമ്മറീസ് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അല്ലാതെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയപ്പോൾ സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും അവർ വിഷമിക്കുക, റിഗ്രറ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർക്കൊരു വേദനിക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് ചെയ്യുന്നു. പാസ്റ്റിൽ കിട്ടിയിരുന്ന ആ ഒരു ഇമോഷണൽ കംഫർട്ട്നെസ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ബാലൻസ് കാർഡ്, അത് ഇവിടെ പറഞ്ഞു തരുന്നത് ഇവർക്കിപ്പോൾ ഇവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇമോഷണലി, സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ബാലൻസ് വേണ്ടുന്ന ഒരു സമയമാണ്. കാരണം ഇവരുടെ ഇപ്പം നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു കാർഡ്സ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൂടുതൽ എനർജീസ് നിൽക്കുന്നതും ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിൻ്റെയാണ്. അതായത് മാനസികമായിട്ട് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ വന്നിരിക്കുന്ന
ആ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കൂടുതൽ നിൽക്കുന്നത്. അതിൻ്റെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബാലൻസ് വരേണ്ടുന്ന അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ തീർത്തും ഹോണസ്റ്റായിട്ടിരിക്കണം, സത്യസന്ധതയോടുകൂടി പെരുമാറണം. ആ ഒരു അവരുടെ അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് അവർ നല്ല രീതിയിൽ പോകേണ്ടുന്നൊരു സമയമാണ്. കാരണം അങ്ങനെ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിപ്പോൾ ഉള്ളതിനേക്കാളും ഒന്നും കൂടി അടിയിൽ പോകുമെന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബാലൻസ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്പർ 11 കാർഡാണ്. അതുപോലെ ജസ്റ്റിസ് കാർഡാണ്. ആ ഒരു ട്വിൻ ഫ്ലെയിം റീയൂണിയൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദുരുദ്ദേശങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ പോയിട്ടുള്ള, ഇവിടെ നിങ്ങളുടെ ഭാഗം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കേണ്ട. മറ്റാരെയും വേദനിപ്പിക്കാതെ നല്ലൊരു രീതിയിൽ പോയിട്ടുള്ളൊരു ബന്ധമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു നീതി കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഡിവൈൻ നിങ്ങൾക്ക് അതിനേക്കുള്ള ഒരു മാർഗം കാണിച്ചു തരും. അല്ലെങ്കിൽ അതിന് നമുക്ക് നീതി കിട്ടാതെ പോവില്ല ഒരിക്കലും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, അതിലൊരു നീതി നമുക്ക് കിട്ടാൻ വൈകി എന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു നീതി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം മൂലം നമ്മൾ ആരുടെയും കണ്ണീര് വീഴ്ത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നീതി അല്പം വൈകിയാണെങ്കിലും കാലം കൊണ്ടുവന്ന് തരും. അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ, ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ആ ഒരു ശക്തി അത് നമ്മളിലേക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ പ്രവൃത്തിയും അതുപോലെ നമ്മളുടെ ഉദ്ദേശങ്ങളും എല്ലാം നല്ലതായിരിക്കണം. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ ഒരുപാട് പേരുടെ കണ്ണീര് വീഴ്ത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ പലതും നേടിയിട്ടുള്ളതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലുള്ളതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോഴുമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് തിരിച്ച് കിട്ടും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു നെക്സ്റ്റ് കാർഡ് പോലെ, അതായത് ആ ഒരു പാഷൻ ഇഗ്നൈറ്റഡ്, ആ ഒരു സോളിൻ്റെ ഫയർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിനകത്തങ്ങ് ലയിച്ച് ചേരുന്ന പോലത്തെ ഒരു പ്രതീതിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരുടെ ഒരു മനസ്സിലേക്ക് നിങ്ങളോടുള്ള ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള അട്രാക്ഷൻ തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം വാല്യൂ ഉള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും പവിത്രമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും, അല്ലെങ്കിൽ ഇവർക്ക് വരാൻ കഴിയും, നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവും എന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതി കാണില്ല. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു റീയൂണിയൻ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ പ്രഡിക്ഷൻ ഒന്നും പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം യൂണിവേഴ്സിന് നടത്താൻ ഒരു സെക്കൻഡ് മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഈ അല്പമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊന്നും അല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര അകന്ന് ദൂരെ പോയി അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുള്ളൊരു ആൾക്ക് പോലും നമ്മളിലേക്ക് തിരിച്ചു വരാൻ യൂണിവേഴ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നടക്കും. ആ ഒരു പേഴ്സൺ അങ്ങനെ തന്നെ തിരിച്ചു വരും. അതുപോലെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡും ഫേം ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. അതായത് ആ ഒരു ദൃഢതയോടുകൂടി നിങ്ങളുടെ ബന്ധം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് വീണ്ടും ആരംഭിക്കും. ചിലപ്പോൾ നിങ്ങളെ അത്രയും പരിഗണിക്കാതെ പോയിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് അത്രത്തോളം ഒരു പൊസസീവ്നെസ് ഉണ്ടാക്കുന്ന, മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു രീതിയിൽ, ആ ഒരു രീതി പോലും ആ പേഴ്സൺ ചിന്തിച്ച് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു അഷ്വറൻസാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലേൺ ആൻഡ് ഗ്രോ എന്നുള്ളത് നമുക്കിവിടെ പറയാം. അതായത് അവർ പഠിച്ചു വളരുകയാണ്. പഠിച്ചു വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമാകുന്ന ലെസൺസാണ് അവർ പഠിച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊരിക്കലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നല്ലൊരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ അനുഭവങ്ങൾ അവരെ മാറ്റി മറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ചിലപ്പോൾ ആ ലേൺ ആൻഡ് ഗ്രോ എന്നുള്ളതിന് അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ അത് കിട്ടുന്നുണ്ട്. അവരിപ്പോൾ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അത് യൂണിവേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇവർ സ്വയം ചിന്തിച്ച് ചെയ്യുകയൊന്നും ചെയ്യില്ല. ഇവരുടെ അനുഭവങ്ങളിലൂടെയാണ് ഇവർ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ വളരെ ഹോണസ്റ്റായിട്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഒരു പഠിക്കാനുള്ള അവസരം നല്ല രീതിയിൽ ഇവർ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ പോവാം. അല്ല ഇപ്പോഴും അവർ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിലും വലിയ തിരിച്ചടികൾ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ഫയർ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം.
ഫസ്റ്റ് ക്ലൂ കാസർഗോഡ്. നമ്പർ 24 മലപ്പുറം. Sagittarius, May month. Letter Q. Number 15. Letter P. P ആണ്. P for parrot. Letter M. Virgo zodiac sign. June month. Number 16. Letter E. Aries, Pisces, January month. Leo, letter N. Gemini, number 12. Number 4, letter J. Number 26. Number 23, July month. Letter Y. Z. Wayanad. And the last clue, Scorpio. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സൻ്റെ എനർജീസ്, നിങ്ങളുടെ എനർജീസ്, ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ ടച്ചുള്ള ഒരു റിലേഷൻഷിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങളുടേത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ എത്ര ഇതാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എനർജി തന്നെയാണ്, അത് ക്ലെയിം ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടേതല്ല ഈ എനർജി എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ടേക്ക് കെയർ ഓൾവേസ്.